Hey YouTube, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. RealMe Buds 2 ആണ് കയ്യിലിരിക്കുന്നത്. 600 റുപ്പീസാണ് നിങ്ങളുടെ ബഡ്ജറ്റ്, 600 രൂപയാണ് നിങ്ങളുടെ ബഡ്ജറ്റ് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല ഓഡിയോ ക്വാളിറ്റി തരുന്ന ഒരു ഇയർ ബഡ്സ് ആണിത്. പിന്നെ കാരണം ബഡ്ജറ്റിൽ നമ്മൾ ഒരു 1000 റുപ്പീസ് മുടക്കി ഒരു വയർലെസ് വാങ്ങിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും വയേർഡ് ആയിട്ടുള്ള സാധനം. കാരണം ലേറ്റൻസി ഒന്നും തീരെ ഉണ്ടാകത്തില്ല, അത്യാവശ്യം നല്ല രീതിയിലുള്ള സൗണ്ട് ക്വാളിറ്റി. കാരണം നമ്മൾ കൊടുക്കുന്ന കാശ് ബാറ്ററിയിലോട്ടോ വേറെ ഒന്നിലോട്ടോ ഇൻവെസ്റ്റ് ആകത്തില്ല, കറക്റ്റ് നല്ല ഒരു ഓഡിയോ ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. സോ ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് കാര്യം, ഇതിന് ഏറ്റവും വലിയ ഈ സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും വലിയ ഡ്രൈവേഴ്സ് ഉണ്ട്. 11.2 mm വരുന്ന വലിയ മാഗ്നറ്റ് വരുന്നുണ്ട് ഇതിന്. എന്തെങ്കിലും പിന്നെ അൺബോക്സ് ചെയ്ത് നോക്കാം. എടുത്തു ഈ സാധനം വരാം. ഒരു ഹാൻഡിൻ്റെ വലിപ്പേ വരുന്നുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പാക്കേജിലാണ്. ഇതിൻ്റെ ബാസിൻ്റെ ക്വാളിറ്റി വളരെ നല്ലതാണ്. കാരണം പലപ്പോഴും JBLൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ ഫിലിപ്സ് വാങ്ങിക്കുമ്പോൾ പലപ്പോഴും ബാസിൻ്റെ ക്വാളിറ്റി ഭയങ്കരമായിട്ടും എന്താണ് ലോവർ അല്ലെങ്കിൽ മിഡിനാണ് മാക്സിമം അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇതിൻ്റെ ക്വാളിറ്റി ബാസിന് നല്ല ക്വാളിറ്റി വരുന്നുണ്ട്. അത്യാവശ്യം എല്ലാ രീതിയിലുള്ള ഇതിൻ്റെ വയറിൻ്റെ ക്വാളിറ്റി ആണെങ്കിൽ നല്ലതാണ് വരുന്നത്. 11.2 mm ബാസ് ബൂസ്റ്റർ ഡ്രൈവർ വരുന്നുണ്ട്. അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മാഗ്നറ്റ്സ് വരുന്നുണ്ട്. കേബിൾ ആണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള കേബിളാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അത് ബ്രൈറ്റഡ് ആയിട്ടുള്ള കേബിളാണ് വരുന്നത്. പിന്നെ ഒരു കേബിൾ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു അറ്റാച്ച്മെൻറ്റ് വന്നിട്ടുണ്ട്. ഇതിൽ MRP പറഞ്ഞേക്കണ 799 രൂപയാണ്. 598 രൂപയ്ക്കാണ് ഇത് ആക്ച്വൽ ഇത് ആമസോണിൽ പ്രൈസ് വരുന്ന. ഇതിൻ്റെ ലിങ്ക്, ഇതിൻ്റെ ബൈയിങ് ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് ഇവനെ ആദ്യമായി ഓപ്പൺ ചെയ്യാം. കാരണം ലാപ്ടോപ്പ് ഞാൻ ഒരെണ്ണം പുതിയത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഫോൺ പുതിയത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഓഡിയോ ഇതിലൊക്കെ ശരിയല്ലെങ്കിൽ കാര്യമാണ്. ഓഡിയോ ശരിയല്ലെങ്കിൽ ഇപ്പം വീഡിയോ എഡിറ്റ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിൽ ശരി, നമ്മൾ പ്രാക്ടിക്കലി പല പേരെ വിളിക്കുന്ന കാര്യത്തിലാണെങ്കിൽ ശരി, വളരെയധികം ബുദ്ധിമുട്ടാണ്. സോ നേരത്തെ എൻ്റെ ഇരുന്ന പെയർ ഓഫ് ഇയർബഡ്സ് വളരെയധികം മോശം ക്വാളിറ്റി ഉള്ളതായിരുന്നു. വിളിക്കേണ്ടത് എന്നെനിക്ക് ഇവിടെ ഒരു ചെറിയൊരു ക്ലിപ്പ് ഇത് വന്നിട്ടുണ്ട്. ഇതിന് സാധനം പുറത്തിറങ്ങിയിട്ടുണ്ട്. നല്ല പ്രീമിയമാണ്, നല്ല പ്രീമിയം ക്വാളിറ്റിയിലാണ് വരുന്നത്. ഇവിടെ എന്താണ് നോക്കാം. വെറും 600 രൂപയുടെ സാധനമാണെങ്കിലും വളരെ ക്രിയേറ്റീവായിട്ടാണ് കേട്ടോ അവർ ചെയ്തേക്കുന്നത് റിയൽമിയുടെ. അപ്പോൾ ഇതിനകത്ത് എക്സ്ട്രാ ഇയർ ടിപ്സ് വരുന്നുണ്ട്. എക്സ്ട്രാ ഇയർ ടിപ്സ് വേറെ ഒന്നും എക്സ്ട്രാ വരുന്നില്ല കേട്ടോ. നോട്ട് വരുന്നുണ്ട്. നമുക്ക് 20 to 20,000 ഹേർട്സ് ഫ്രീക്വൻസിയിൽ വരെയാണ് ഇത് പറഞ്ഞേക്കുന്നത്. നമുക്കിനി ഡയറക്റ്റ് ഹെഡ്ഫോൺ ഓപ്പൺ ചെയ്യാം. വാവ്, ഇത് ശരിക്കും അൺബോക്സിങ് എക്സ്പീരിയൻസ് വളരെ നല്ലതാണ്. ഓക്കെ, യെസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെഡ്ഫോൺ വരുന്നത്. ഹെഡ്ഫോണിൻ്റെ വയേഴ്സിൻ്റെ ക്വാളിറ്റിയൊക്കെ ഒരു രക്ഷയില്ല. ഇത് മാഗ്നറ്റ്സ് ഉള്ളതാണ്, അപ്പോഴത് ഷുവറായിട്ടും കണക്റ്റഡ് ആയിരുന്നോളും. പക്ഷേ എന്നാലും ഈ യെല്ലോ ബ്ലാക്ക് കോമ്പിനേഷൻ നല്ല ഒരു രസമുണ്ട്. ഇതിനകത്തുള്ള ആ ഒരു ഇത് കണ്ടോ, ആ ഒരു മെറ്റൽ ഫിനിഷ് കണ്ടോ, അതൊക്കെ വളരെ ക്ലിയർ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ ഒരു 600 റുപ്പീസ് പലതിനും പല ഹെഡ്ഫോൺസിനും ഒരു 300 ആ ഒരു ബോട്ടിൻ്റെയൊക്കെ മോഡൽസിന് വരുമ്പോൾ ഇതിനൊരു 600 വരുന്നതിൻ്റെ ആ ഒരു എമൗണ്ട് എവിടെയാണ് ചിലവാക്കിക്കുന്നതെന്ന് നമുക്ക് തീർച്ചയായിട്ടും കാണാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ജസ്റ്റ് അൺബോക്സിങ് എക്സ്പീരിയൻസ്. ഞാൻ എന്തെങ്കിലും യൂസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഓഡിയോ എനിക്ക് എന്ത് ഫീൽ ചെയ്യുന്നു, എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്ന് ഞാൻ പറയുന്നതാണ്. ഒരു 2.5-3 മാസമായി കാണും ഈ റിയൽമിയുടെ ബഡ്സ് ഞാൻ വാങ്ങിച്ചിട്ട്. അപ്പോൾ ഇത് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇത്രയും നാളെടുത്തത്, മടി കാരണമാണ് ഇങ്ങനെ നീങ്ങിപ്പോയത്. അപ്പോൾ എന്തെങ്കിലും അതിൻ്റെ കൂടെ എന്തെങ്കിലും ഈ കാര്യം കൂടെ നടക്കാൻ പറ്റി. ഇതിനെപ്പറ്റി പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഇത് ആക്ട് ചെയ്യുന്നത്, ഇതിൻ്റെ എല്ലാ ക്വാളിറ്റീസും ഇതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും അതെനിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സോഫാർ ഒരു 500 രൂപയാണ് നിങ്ങളുടെ ബഡ്ജറ്റ് എങ്കിൽ തീർച്ചയായിട്ടും 100% മ്യൂസിക് ലവേഴ്സാണ്, ഓഡിയോ ഫൈലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് റിയൽമിയുടെ ഈ ബഡ്സ്. അപ്പോൾ ഇതിൻ്റെ സോഫാർ ഞാൻ പറഞ്ഞല്ലോ 700-800 റുപ്പീസിന് വരെ ഞാൻ വേറെ ക്വാളിറ്റി ബഡ്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. വളരെ മോശം ഫീഡ്ബാക്ക് പല സ്ഥലത്തു നിന്നും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ കുറേ നല്ല ഫീച്ചേഴ്സാണ് ഉള്ളത്. അതുകൂടാതെ ഇതിലുള്ളതെല്ലാം നല്ല രീതിയിലുള്ള ക്വാളിറ്റിയിലാണ് ചെയ്തിട്ടുള്ളത്. അതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഓഡിയോ, ഇത് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. 10 mm ഡ്രൈവേഴ്സാണ് ഇതിൽ വരുന്നത്. വെക്കാനാണെങ്കിലും ഇതിൻ്റെ ഹെഡ്സ് നല്ല കംഫർട്ടബിളാണ്. അതുകൂടാതെ എന്താ പറയണ്ടേ, ബാസിൻ്റെ ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ
നല്ല രീതിയിലാണ്. നല്ല ബാസ് ലവേഴ്സൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെടും. ട്രിബിൾ ആണെങ്കിലും നല്ല രീതിയിലുള്ള മിഡും ലോയും എല്ലാം വരുന്നുണ്ട്. ഓഡിയോ എല്ലാം ക്രിസ്പാണ്. എനിക്ക് ഓഡിയോയെ പറ്റി ഒന്നും പറയാനില്ല, കാരണം അത്ര നല്ല ക്വാളിറ്റിയാണ്. ഞാൻ സോ ഫാർ വെച്ച് കേട്ടതിലുള്ള ബഡ്സിൽ ഏറ്റവും നല്ല ക്വാളിറ്റി ഫീൽ ചെയ്ത ഒരു ബഡ്സാണിത്. പിന്നെ ക്വാളിറ്റി വയേഴ്സിൻ്റെ നീളമാണെങ്കിലും വളരെ നല്ല ലെങ്ത് ഉണ്ട്. അതുകൂടാതെ മെറ്റീരിയൽ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ഒരു കോട്ടൺ കോട്ടഡ് ആയിട്ടുള്ള ഈ വരുന്ന മെറ്റീരിയൽ ഒരു രക്ഷയില്ല. ഭയങ്കര സ്റ്റേഡിയാണ്, ഭയങ്കര സ്ട്രോങ് ആണ്. ഇത് എത്ര നാൾ വേണമെങ്കിലും നിന്നോളും. പിന്നെ എൻ്റെ ഏറ്റവും വലിയ പേടി ഇവിടെ ഒരു ജസ്റ്റ് ഒരു ജോയിൻറ്റോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അതിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരുമോ എന്ന് എനിക്കൊരു ഇതുണ്ടായിരുന്നു. അതിൻ്റെ ഒന്ന് ചെറിയൊരു അങ്ങനെ ഒരു പോകുന്നതിനോ അല്ലെങ്കിൽ മെറ്റീരിയലിൽ മോശമാവുന്നതിൻ്റെ ഒരു ചെറിയൊരു കണിക പോലും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്ര ക്വാളിറ്റിയിലാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ 500 രൂപയ്ക്കാണെങ്കിലും അതിനേക്കാളും വളരെ വളരെ മുകളിലുള്ള ക്വാളിറ്റിയിലാണ് ഈ സാധനം തന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഓരോ സാധനങ്ങളിൽ പിടിച്ച് ഞെക്കുമ്പോഴും അല്ലെങ്കിൽ ഇപ്പം എന്താ പറയണ്ടേ, ഓരോന്നിൻ്റെ ആ ബിൽഡ് ക്വാളിറ്റി ഉണ്ടല്ലോ, അതിപ്പോൾ വാങ്ങിച്ചപ്പോൾ എങ്ങനെയായിരുന്നു അതേ ക്വാളിറ്റി അത് റീറ്റെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ട്. പിന്നെ ചില ടച്ചസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ബാക്കിലത്തെ മാഗ്നറ്റ്സ് ആണെങ്കിലും നല്ല സ്ട്രോങ് ആണ്. ഇത് വളരെ യൂസ്ഫുൾ ആണ്. ജസ്റ്റ് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേ അത് ഒട്ടിപ്പിടിച്ചോളും. പിന്നെ കംഫോർട്ട് എന്ന് പറഞ്ഞത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ. കാരണം ഓഡിയോയുടെ ക്വാളിറ്റിയോടൊപ്പം കംഫോർട്ടും ഐസൊലേഷനും. ഈ ഒരു സിലിക്ക ബഡ്സ് ഉണ്ടല്ലോ, യൂസ് ചെയ്തേക്കുന്ന ക്വാളിറ്റി എക്സ്ട്രീംലി സോഫ്റ്റ് ആയിട്ടുള്ള ഏറ്റവും നല്ല റിലയബിൾ ആയിട്ടുള്ള നല്ലൊരു മെറ്റീരിയലാണ് വന്നേക്കുന്നത്. സാധാരണ ഞാൻ പറയാമല്ലോ, ഒരു 500-ൽ ഇത്രയും നല്ലൊരു മെറ്റീരിയൽ ഒരു കാരണവശാലും വരാത്തതാണ്. അതുകൂടാതെ ഞാൻ പറഞ്ഞല്ലോ, ഒരു എന്താ ഡിസൈൻ ടച്ചസ് എന്ന് പറയുന്ന രീതിയിലൊരു ഈ കളർ കോൺട്രാസ്റ്റ് ഉണ്ടല്ലോ, ഭയങ്കര ഐ ക്യാച്ചി ആയിട്ടുള്ള സംഭവമാണ്. ഒരു ക്രോമിൻ്റെ കോട്ടിങ് അതൊക്കെ വളരെ ഡീറ്റെയിലിങ് അല്ലെങ്കിൽ ആ ഒരു ഫിനിഷിങ് ടച്ചസ് എന്ന് പറയുമ്പോൾ ഒരു രക്ഷയില്ല. അതൊക്കെ നല്ല ലുക്കാണ്. ശ്രദ്ധിക്കുന്നവർക്ക് അതൊക്കെ വലിയൊരു മാറ്ററാണ്. ഇവിടെ ബാക്കിലാണെങ്കിലും ജസ്റ്റ് ഗ്ലോസി വരുന്നുണ്ട്. ഇവിടെ കുറച്ച് സ്ക്രാച്ചസ് വന്നിട്ടുണ്ട്. ബാക്കിൽ വന്നിട്ട് മാറ്റാണ് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നല്ല സ്ട്രോങ് മാഗ്നറ്റ്സ് ആണ് വരുന്നത്. ആ റേഞ്ചിൽ കൂടെ പോയി കഴിഞ്ഞാൽ തന്നെ ടച്ച് ചെയ്യും. അപ്പോൾ ചെറിയ രീതിയിലുള്ള സ്ക്രാച്ചസ് ഇതിൻ്റെ ബാക്കിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു രീതിയിലും ഈ ബാക്കിൽ ഈ റിയൽമി എന്നതിൻ്റെ ആ ഒരു ഡിസൈൻ, ആ ഒരു എന്താ പറയുക, ലോഗോ അങ്ങനെ മായ്ച്ചിട്ടോ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഓഡിയോ കൺട്രോൾസ് ഇതിൻ്റെ വളരെ സാറ്റിസ്ഫൈയിങ് ആണ്. ഈ ഒരു ബട്ടൺസ് യൂസ് ചെയ്യാൻ ഭയങ്കര സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ളൊരു ഫീലാണ്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതിൻ്റെ ഡിസൈൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ സൈഡിലൊരു ബട്ടൺ എന്ന രീതിയിൽ സെപ്പറേറ്റ് വരാത്തതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് സൈഡിൽ, അതായതുകൊണ്ടല്ലേ ഇത് ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ടുള്ളൊരു ബട്ടണാണ് ഇവിടെ ജസ്റ്റ്. പക്ഷേ ഇതിലാണെങ്കിൽ ഒരു ചെറിയ ബുദ്ധിമുട്ട് വരുന്നത് കോൾ എടുക്കാനുള്ള ബട്ടണും മ്യൂട്ട് ബട്ടണുമാണ് ഈ നടുക്ക് സെൻറ്ററിൽ വരുന്നത്. അപ്പോൾ ഇത് ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഇത് ഈവൻ നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് അറിയത്തില്ല ഇതിൻ്റെ ബാക്കിലാണ് ടച്ച് ചെയ്യണം ഫ്രണ്ടിലാണ് ടച്ച് ചെയ്യണമെന്ന്. ടൈം എടുക്കും അത് ഗെറ്റിംഗ് യൂസ്ഡ് ടു ആവാൻ. ഇതിൻ്റെ ഹെഡ്ഫോണിൻ്റെ ഹെഡിൽ വരുന്ന ഒരു പാർട്ടിൽ ഈ ഒരു ജോയിന്റിന് ശേഷം വരുന്ന ഈ ഒരു മെറ്റീരിയലാണ് വന്നേക്കുന്നത്. ഇത് ആക്ച്വലി ഇതിനകത്ത് 2 വയറോ 1 വയറോ ഉണ്ടെന്ന് തോന്നുന്നു. എന്നിട്ട് ഇതൊരു കവറിംഗ് ആയിട്ടാണ് വന്നേക്കുന്നത്. പക്ഷേ ഞാൻ വിചാരിച്ചതിനേക്കാളും എക്സ്ട്രീംലി റിലയബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും നാളായിട്ടും ഒരു ബുദ്ധിമുട്ടും ആ സൈഡിൽ നിന്ന് വന്നിട്ടില്ല. പിന്നെ വേറെ എനിക്ക് ആകെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് വന്നു അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഡിസൈൻ കോണെന്ന് പറയുന്ന രീതിയിൽ പറയേണ്ട ഒരു കാര്യം, ഈ കണക്ടർ ഉണ്ടല്ലോ, ഈ കണക്ടറിൻ്റെ ക്വാളിറ്റിയൊക്കെ നല്ലതാണ്, നല്ല ക്വാളിറ്റിയാണ്. ഇവിടെ ഒരു എക്സ്ട്രാ ഇതുണ്ട്, ഇത് ഒരു എന്താ പറയേണ്ട ഒരു എക്സ്റ്റൻഷൻ ഉണ്ട് ഈ വയർ പെട്ടെന്ന് പോകാതിരിക്കാനൊക്കെ. പക്ഷേ ഇവർ കാണിച്ച ഒരു പരിപാടി എനിക്ക് ഇഷ്ടപ്പെടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കണക്ടറില്ലേ, ഇത് കാണാൻ ലുക്കാണെങ്കിലും ഇത് ഗ്ലോസിയാണ്. മനസ്സിലായില്ലേ? ഇത് ഗ്ലോസി ആയതുകൊണ്ട് തന്നെ ഇത് ഹെഡ്ഫോണിൽ കണക്ട് ചെയ്തിട്ട് വലിച്ചെടുക്കാൻ എപ്പോഴും ബുദ്ധിമുട്ടാണ്. അത് സ്ലിപ്പായി പോകും. അപ്പോൾ ഞാൻ ചെയ്തേക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റിയൽമിയുടെ ഈ സംഭവം ഉണ്ടല്ലോ, ഇത് മറ്റേ ആ ഒരു ടൈ നോട്ടാണ്, അത് ജസ്റ്റ് ഇങ്ങോട്ട് കയറ്റി വെച്ചിട്ട് അതും കൂടെ ജസ്റ്റ് വെച്ച് വലിക്കാൻ പറ്റും. ഇത് നിങ്ങൾ ഡെയിലി ആയിട്ട് യൂസ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലൊരു ഡിസൈൻ നോട്ടാണ്, നല്ലൊരു ഭംഗിയാണ് ഇതിൻ്റെ കൂടെ കിടക്കുന്നതാണ്. നമുക്ക് ശല്യമൊന്നും ഉണ്ടാകത്തില്ല. അതുകൂടാതെ ഇത് വലിച്ചെടുക്കാൻ സൗകര്യമാണ് ഈ ഒരു സംഭവം. പക്ഷേ ഇത് ബെനിഫിറ്റ് വരുന്നത് ഇപ്പോൾ ഒരു ട്രാവൽ ചെയ്യുകയാണ്. പക്ഷെ നിങ്ങൾ ട്രാവൽ ചെയ്യുകയാണ്, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ഇത് വളരെയധികം ഹെൽപ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം. എന്തൊക്കെയാലും 500 രൂപ 550 രൂപയാണ് നിങ്ങളുടെ ബഡ്ജറ്റെങ്കിൽ ഈവൻ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. കാരണം സോ ഫാർ ഒരു 500 രൂപ ഏറ്റവും ബെസ്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത ഒരു കാര്യമാണ്. ഏത് രീതിയിലുള്ള എക്യുപ്മെൻറ്റ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോഴും ഓഡിയോ അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഗൈസ്. അപ്പോൾ അതിൽ ചീപ്പായിട്ടുള്ള ഓപ്ഷൻസ് നോക്കാതിരിക്കുകയാണ് നല്ലത്. ഞാൻ ഇതിന് മുമ്പ് തന്നെ ഒരു 150-200 റേഞ്ചിലുള്ള കുറേ ചീപ്പായിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് അത് കിടക്കുക, അതാണോ ബെനിഫിഷ്യൽ എന്ന രീതിയിൽ ഞാൻ കുറേ നോക്കിയായിരുന്നു. ഫിലിപ്സിൻ്റെ ഹെഡ്ഫോൺസ് നോക്കിയായിരുന്നു, JBLൻ്റെ ഇയർഫോൺസ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു.
പക്ഷെ ഒന്നും ഇത്രയും വർത്തായിട്ട് വന്നിട്ടില്ല. ഞാൻ പറയാമല്ലോ, ചില കമ്പനീസ് അവരുടെ ചില പ്രൊഡക്ട്സ്, എസ്പെഷ്യലി റിയൽമിയുടെ എല്ലാ പ്രൊഡക്ട്സും വാല്യൂ ഫോർ മണിയാണ്, നല്ല ക്വാളിറ്റിയാണ് അവർ തരുന്നത്. പക്ഷേ ഇതിൽ ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും വളരെ വളരെ നല്ല രീതിയിലുള്ള ക്വാളിറ്റി അവർ തന്നിട്ടുണ്ട്. അറ്റൻഷൻ ടു ഡീറ്റെയിലും മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി അടിപൊളിയാണ്. ഓഡിയോ കേൾക്കാനാണെങ്കിലും വളരെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം കൂടെ ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇത് ചെവി വെക്കുമ്പോൾ കംഫോർട്ടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത് ചെവിയിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കയറിപ്പോവും. ജസ്റ്റ് നമ്മൾ ബാക്കിൽ ചെറിയൊരു പുഷ് കൊടുത്താൽ മാത്രം മതി. അത് വളരെ ക്ലിയർ ആണ്, ചെവിയിൽ നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് ഫിറ്റായിട്ടിരിക്കും. അത് നിങ്ങൾ യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അത്ര നല്ല ക്വാളിറ്റി ഫീൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്തെങ്കിലും ഇത് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ ഒരു ഇയർഫോണൊക്കെ ഒരു ഇയർബഡ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. ഒരു 10, 300, 400 രൂപയാണ് ബഡ്ജറ്റെങ്കിൽ അത് തീർച്ചയായിട്ടും 10, 200 രൂപ ഇട്ട് കഴിഞ്ഞ് ഇത് എടുക്കുന്നതിൽ ഒരു തെറ്റുമില്ലാത്ത കാര്യമാണ്. ഷുവറായിട്ടും അത് ട്രൈ ഔട്ട് ചെയ്യുക.